അങ്ങനെ ഇക്കഴിഞ്ഞു പോയ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഒരുപാട് വാർത്തകൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള 8ഓളം ടീമുകളെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അയച്ചിട്ടുണ്ടായിരുന്ന ലെറ്ററിൻ്റെ ബേസിസിൽ കഴിഞ്ഞുപോയ ഓഗസ്റ്റ് 7-ാം തീയതി നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, മീറ്റിങ്ങിന് ശേഷം പ്രസ് കോൺഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സൂപ്പർ കപ്പ്, അതായത് സാധാരണ ISL സീസണിന് ശേഷമാണ് ഒരു എൻഡിങ് സീസൺ, ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു എൻഡിങ് സീസണായിട്ടാണ് പൊതുവേ ഈ ഒരു സൂപ്പർ കപ്പ് നടത്താറ്. പക്ഷേ ഇക്കുറി സൂപ്പർ കപ്പ് ISLന് മുന്നോടി നടത്തുവാനുള്ള പദ്ധതികളാണ് ഉള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെല്ലാം പുറമെ വരുവാനായിട്ട് പോകുന്ന 10 ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു മീറ്റിംഗ് കൂടി നടത്തും ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ ഫിക്സ്ചേഴ്സ് തീരുമാനിക്കാനായിട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ISL നടന്നില്ലെങ്കിലും സൂപ്പർ കപ്പ് നടക്കുമെന്നൊരു കാര്യം. പിന്നീട് അദ്ദേഹം വ്യക്തമാക്കിയുള്ള മറ്റൊരു കാര്യമാണ്, ISL അല്ലെങ്കിൽ മറ്റൊരു ടോപ്പ് 10 ലീഗ് നടത്തുമെന്നുള്ളത്. ISL അല്ലെങ്കിൽ ഒരു ടോപ്പ് ഡിവിഷൻ ലീഗ് നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കൃത്യമായി പറഞ്ഞ സംശയം ആരാധകർക്കിടയിൽ ഉണ്ടാവുന്നൊരു സാഹചര്യമാണുള്ളത്. കാരണം ISL അല്ലെങ്കിൽ ടോപ്പ് 10 ലീഗ് എന്നാണ് പറയുന്നത്. സോ ISL നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്, അതിന് പകരമായിട്ടൊരു പുതിയ ലീഗ് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. നേരത്തെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളതായിരുന്നു, ഒരു പാരലൽ ലീഗിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. സോ FSTLുമായിട്ട് കരാറ് നിൽക്കുന്ന, അതായത് കരാറ് ഈ ഒരു വർഷം, അതായത് 2025 ഡിസംബർ 8-നാണ് ഈ ഒരു കരാർ അവസാനിക്കുന്നത്. സോ കരാറ് പുതുക്കാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റൊരു പാരലൽ ലീഗിനെ കുറിച്ചുള്ള ചിന്തകൾ എന്നാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നിലവിൽ ISLുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ISLിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല ടീമുകളും സൂപ്പർ കപ്പിന് പങ്കെടുക്കുകയില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അഭിഷേക് ചാറ്റർജി ആശിഷ് നെഹിയുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു മീറ്റിങ്ങിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് ടേമിലേക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ലോങ് ടേം കോൺട്രാക്റ്റിന് വേണ്ടിയാണ് നിലവിൽ AFFും അതോടൊപ്പം തന്നെ FSDലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് സ്ഥിരമായി അവർ ആവശ്യപ്പെടുന്ന 50 കോടി, അതായത് 50 CR പ്ലസ് ഇയർ എല്ലാ വർഷവും കിട്ടണമെന്നൊരു സ്റ്റാൻഡിൽ AFF നിൽക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ FSDL ആവശ്യപ്പെടുന്ന പ്രപ്പോസൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിരസിക്കുകയും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എന്താ പറയുക ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങളും നീക്കങ്ങളും FSDലും തള്ളുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ടോപ്പ് 10 ലീഗിൻ്റെ ബേസിസിൽ നടക്കുന്ന ഒരു അൺസർട്ടനിറ്റി ഉള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിലാണ് ISL ഒരു ഷോർട്ട് ടേമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് FSDലുമായിട്ട് ഒരു ലോങ് ടേമിലേക്ക് നിലവിൽ പോകാതെ ഒരു ഷോർട്ട് ടേമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നീടുള്ള സമയത്ത് കൃത്യമായി ആലോചിച്ചൊരു തീരുമാനം എടുക്കാനാണ് നിലവിൽ ടീമുകൾ ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ഷോർട്ട് ടേം ഡീലായിരിക്കാം, അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ഒരുപാട് ടീമുകൾക്ക് ഗുണം ചെയ്തേക്കാം. കാരണം നിലവിലൊരു പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കുറച്ച് കാലത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് നിലവിലുള്ള ISLൻ്റെ വരുവാനായിട്ട് പോകുന്ന 12ാം സീസൺ നിലവിൽ ഈ ഒരു അൺസർട്ടനിറ്റിയുടെ സമയത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് സമയം നമുക്ക് ഈ ഒരു അൺസർട്ടനിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം നിലവിൽ ഒരു ISL സീസൺ തുടങ്ങുന്ന ടൈമാണ് ആവാറായി എന്ന് വേണമെങ്കിൽ പറയാം. നിലവിലെ ട്രാൻസ്ഫറുകളൊക്കെ ആക്റ്റീവായിട്ട് നടത്തേണ്ട സമയമാണ്. നിലവിൽ പല ടീമുകളും ട്രാൻസ്ഫറിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ്. ട്രാൻസ്ഫർ വിൻഡോ 31-ാം തീയതി അവസാനിക്കുന്ന വരെ സാഹചര്യമാണുള്ളത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് AFF ഫിഫയോട് സഹായം തേടുന്നു എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായെന്നാണ് ട്രാൻസ്ഫർ വിൻഡോ ഇന്ത്യയിൽ എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ അത് ഫിഫയുടെ കയ്യിൽ തന്നെയാണ്, ഫിഫയുടെ ഡിസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള എക്സ്റ്റൻഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നിലവിലൊരു അൺസർട്ടനിറ്റി ഒഴിവാക്കി പുതിയൊരു സീസൺ നടത്തി പിന്നീടുള്ള ടൈം പീരീഡിൽ കൃത്യമായി ആലോചിച്ചൊരു കോടതിയുടെ വേർഡിക്റ്റ് ഉൾപ്പെടെ നടത്തി നമുക്ക് വേണമെങ്കിൽ ISL സീസണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ FSDലിന് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നിലവിൽ ഷോർട്ട് ടേം എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ 8-ാം തീയതി വരെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഒരു 3 അല്ലെങ്കിൽ 4 മന്ത് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റ് ആവും നിലവിലെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകൾക്കും അതൊരു ആശ്വാസവുമാവും. അവരുടെ ട്രാൻസ്ഫറുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുവാനും വലിയൊരു നഷ്ടമില്ലാതെ തങ്ങളുടെ ടീമുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുവാനായിട്ടും സാധിക്കും. കാരണം നിലവിൽ ഇപ്പോഴും ടൈമുണ്ട്, ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാനായിട്ട് ഇനിയും ദിവസങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.